ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ നാണംകെട്ട പ്രകടനത്തിന് പിന്നാലെ കായിക മന്ത്രിക്കെതിരെ തുറന്നടിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷൻ. മന്ത്രി വി അബ്ദുറഹിമാന്റെ പ്രവർത്തനം വട്ടപൂജ്യം. താരങ്ങൾക്ക് ഒരു പിന്തുണയും നൽകിയില്ലെന്നും ഗെയിംസിന് 10 ദിവസം മുൻപ് മാത്രമാണ് ഫണ്ട് അനുവദിച്ചത് എന്നും KO പ്രസിഡന്റ് വി സുനിൽകുമാർ 24നോട് പറഞ്ഞു. ഒളിമ്പിക്സ് മാതൃകയിൽ എല്ലാ കായിക ഇനങ്ങളും ഒരു കുടക്കീഴിൽ വരുന്ന തരത്തിൽ ദേശീയ ഗെയിംസ് പുനഃസംഘടിപ്പിച്ച 1985 മുതലുള്ള കേരളത്തിന്റെ ഏറ്റവും ദയനീയ പ്രകടനമായിരുന്നു ഇത്തവണ ഉത്തരാഖണ്ഡിൽ. 13 സ്വർണം ഉൾപ്പെടെ 54 മെഡലോടെ 14ാം സ്ഥാനത്ത്. 2023 ഗോവ ഗെയിംസിൽ 36 സ്വർണമടക്കം 87 മെഡലോടെ 3ാം സ്ഥാനത്തായിരുന്ന കേരളമാണ് ആദ്യ 10 പോലും ഇടം നേടാനാവാതെ നാണം കെട്ടത്. കേരളത്തിന്റെ ഈ പതനത്തിന് കാരണം കായിക മന്ത്രി വി അബ്ദുറഹിമാനും സ്പോർട്സ് കൗൺസിലും എന്ന കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ 24നോട്. കായിക മേഖലയിൽ നാഷണൽ ഗെയിംസിൽ ഏറ്റവും മോശപ്പെട്ട പ്രകടനമാണ് നമുക്ക് കാഴ്ചവെക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദികൾ കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രിയും സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന സ്പോർട്സ് കൗൺസിലുമാണ്. ഏറ്റവും മോശപ്പെട്ട പ്രകടനം വേണമെങ്കിൽ പറയാം സിഗറോ പ്രകടനമാണ്, വട്ടപൂജ്യം പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കോവിഡിന് ശേഷം കായിക മേഖലയെ തിരികെ കൊണ്ടുവരാൻ മറ്റ് സംസ്ഥാനങ്ങൾ ഉത്സാഹിച്ചപ്പോൾ അബ്ദുറഹിമാനും കായിക വകുപ്പും ഒന്നും ചെയ്തില്ല. താരങ്ങൾക്ക് പരിശീലന സൗകര്യങ്ങളും സാമ്പത്തിക പിന്തുണയും നൽകിയില്ല. ദേശീയ ഗെയിംസിനായുള്ള ഫണ്ട് അനുവദിച്ചതുപോലും 10 ദിവസം മുമ്പ് മാത്രമെന്നും ആരോപണം. ഒരു എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കൊടുക്കാതെ, സമയത്ത് ഭക്ഷണം കൊടുക്കാതെ, അവരെ യാതൊരു രീതിയിൽ അവരൊരു കൺസിഡറേഷൻ കിട്ടാത്ത രീതിയിലാണ് അവർ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നത്. കായിക സംഘടനകളെ സഹായിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് സ്പോർട്സ് കൗൺസിലിന്റെ ജോലി, മന്ത്രിയുടെ ജോലി. ഈ നില തുടർന്നാൽ അടുത്ത മേഘാലയ ഗെയിംസിലും കേരളത്തിന് രക്ഷയുണ്ടാവില്ലെന്നും കേരള ഒളിമ്പിക് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുന്നു. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക്, 24.